പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പിണറായി വിജയനായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായുള്ള നിയമസഭയിൽ പ്രതിപക്ഷത്തെ നയിക്കുക പിണറായി വിജയനായിരിക്കുമെന്നാണ് ഇപ്പോൾ CPIM-ന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തീരുമാനം. നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം തിരുവനന്തപുരത്തുണ്ടല്ലോ. ആ ആഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു VM സുധീരൻ വാർത്താ സമ്മേളനവുമായി വന്നത്. അപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം, പുതിയൊരു വാർത്തയാണ്. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കും. VD സതീശൻ വേഴ്സസ് പിണറായി വിജയൻ. നല്ലൊരു ഇക്വേഷനാണ്. എങ്ങനെയുണ്ട്? നല്ല കൗതുകമുള്ളതാണ്. കാര്യം കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് VD സതീശനും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയനുമാണെങ്കിൽ അടുത്ത 5 വർഷത്ത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് പിണറായി വിജയനും മുഖ്യമന്ത്രി സ്ഥാനത്ത് VD സതീശനും അടുത്ത കാലത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ വളരെ സമാനമായ ഒരു യാദൃശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം അറിയില്ല. ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ആ രീതി അതേറെ കൗതുകമാണ്. കാര്യം പോയ 5 വർഷം സഭയിൽ നീർക്കുന്ന ഏറ്റുമുട്ടൽ, അത് നീർക്കുന്ന ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ തീവാർന്ന ഏറ്റുമുട്ടൽ നമ്മൾ സഭയിൽ പലയാവർത്തി കണ്ടതാണ്. അതിന് വേറൊരു വർഷം സഭ വീണ്ടും കാണാൻ പോകുന്നു എന്നുള്ളതാണ് അർത്ഥം. 35 പേരടങ്ങുന്ന ചെറിയ സംഘമാണ് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ. ഒരു നിമിഷം, ഈ വാർത്ത നമ്മളെ അറിയിച്ചത് R ശ്രീജിത്ത് ആണ്. ശ്രീജിത്ത് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ ശ്രീജിത്ത്, എപ്പോഴാണ് ഈ തീരുമാനം എടുത്തത്? ഒരുപാട് ആലോചനകൾക്ക് ശേഷമാണോ അതോ നേരിട്ട് പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുന്നു എന്ന തീരുമാനം പാർട്ടി എടുക്കുകയായിരുന്നോ? SKM CPIM-ന്റെ സംസ്ഥാന സമിതിയിലാണ് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ നിർദ്ദേശിക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തത്. അത് സംസ്ഥാന സമിതി അംഗീകരിക്കുകയായിരുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എന്നാൽ CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, അദ്ദേഹം സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാണെന്ന വിവരം അറിയിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാദ്യമായാണ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. 10 കൊല്ലം മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്നു. നേരത്തെ വി എസ് അച്യുതാനന്ദൻ 5 കൊല്ലം മുഖ്യമന്ത്രിയായ ശേഷം 2011 പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയാണ് പിന്നീട് 2011 മുഖ്യമന്ത്രിയായി വന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തും പ്രതിപക്ഷ നേതൃസ്ഥാനത്തും മാറ്റങ്ങൾ വരുന്നത് കേരള ചരിത്രത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.